നിലമ്പൂരിൽ 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ധനക്ഷേമനിധി തുറന്ന് നിലമ്പൂർ പോലീസും സൈബർ വിംഗും പരിശോധന നടത്തി. നിലമ്പൂരിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ധനക്ഷേമനിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. നിലമ്പൂർ സിഐ ആർ രാജേന്ദ്രൻ നായർ, SI ഷിജോ വി തങ്കച്ചൻ എന്നിവരാണ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡിലെ ധനക്ഷേമനിധി തുറന്ന് പരിശോധന നടത്തിയത്. സ്ഥാപനത്തിൽ രേഖകൾ പോലീസ് പരിശോധിച്ചു. നിധിയിൽ നിക്ഷേപം നടത്തിയവരുടെയും വായ്പ എടുത്തവരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. മാനേജർ സ്മിത ഉൾപ്പെടെയുള്ള ജീവനക്കാരോട് പോലീസ് വിവരങ്ങൾ തേടി. നിലമ്പൂരിൽ 2017 മുതൽ പ്രവർത്തിച്ചു വരുന്ന കാരാട്ട് കുറീസ്, ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടച്ചുപൂട്ടിയത്. സ്ഥാപനങ്ങൾ പൂട്ടി ഉടമകളായ എടക്കര ഉണ്ണിച്ചന്തം സ്വദേശി KR സന്തോഷ്, എടക്കര മില്ലുംപടി സ്വദേശി P മുബഷീർ എന്നിവർ മുങ്ങിയെന്നാണ് പരാതി. വിവിധ സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ 400ഓളം പരാതികളാണ് ലഭിച്ചത്. നിക്ഷേപകർക്ക് കോടികൾ നഷ്ടപ്പെട്ടുവെന്നാണ് സൂചന. ജീവനക്കാർക്കും വൻ തുക നഷ്ടമായിട്ടുണ്ട്. ഈ ചാനൽ നിലമ്പൂർ. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.